ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 5 ശ്ലോകം 24. യോന്തഃ സുഗോന്തരാരാമ തദാന്തർജ്യോതിരേവ യഃ സ യോഗീ ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. തന്നുള്ളിൽ തന്നെ സുഖിച്ചും ആനന്ദിച്ചും കഴിയുന്ന അന്തർജ്യോതിയായ യോഗി ബ്രഹ്മഭൂതനായി ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു. സകല മനുഷ്യരും ഇച്ഛിക്കുന്നത് സുഖത്തെ നേടാനാണ്. ഒരാള് ഭാര്യയെ സ്നേഹിക്കുന്നത് ഭാര്യയുടെ സുഖത്തിനല്ല, തൻ്റെ സുഖത്തിനാണ്. ഒരാൾ ഭർത്താവിനെ സ്നേഹിക്കുന്നത് ഭർത്താവിൻ്റെ സുഖത്തിനല്ല, തൻ്റെ സുഖത്തിനാണ്. ഒരാൾ കുട്ടിയെ സ്നേഹിക്കുന്നത് കുട്ടിയുടെ സുഖത്തിനല്ല, തൻ്റെ സുഖത്തിനാണ്. ഒരു കഥ പറയാറുണ്ട്. ഒരു വ്യക്തി മിലിറ്ററിയിൽ ജോലി ചെയ്യുകയാണ്. അങ്ങ് കാശ്മീരിലാണ്. പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവർ നിത്യവും ഷേവ് ചെയ്യണം. അതവരുടെ നിത്യചര്യയാണ്. അങ്ങനെ അയാൾ തൻ്റെ കൊച്ചുകുട്ടിയെ കാണാൻ വേണ്ടി നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് എത്താൻ ട്രെയിനിൽ യാത്ര ചെയ്ത് 2.5 ദിവസം 3 ദിവസം വേണം. അയാൾ ആ 3 ദിവസം ഷേവ് ചെയ്തിട്ടില്ല. വീട്ടിൽ വന്നു. അയാൾ തൻ്റെ കുട്ടിയെ കണ്ടു. സ്നേഹപൂർവ്വം കുട്ടിയെ എടുത്ത് ഉമ്മ വെച്ചു. കുട്ടി വാവിട്ട് കരയുന്നു. എന്തുകൊണ്ട്? ഈ കുറ്റിരോമം കുത്തിയിട്ട് കുട്ടിക്ക് വേദനിക്കുകയാണ്. എന്നാൽ അച്ഛന് എൻ്റെ കുട്ടിയെ ആദ്യമായിട്ട് കണ്ട സന്തോഷം. ഇപ്പൊ കുട്ടിക്ക് വേണ്ടി അല്ല, കുട്ടിയെയാണോ അച്ഛൻ സ്നേഹിക്കുന്നത്? അല്ല, തൻ്റെ സ്നേഹത്തിന് വേണ്ടി കുട്ടിയെ സ്നേഹിക്കുന്നു. ഇങ്ങനെയാണ് സർവ്വ വിഷയങ്ങൾ. സ്വാർത്ഥത തന്നെയാണ് അവിടെ ഉള്ളത്. സ്നേഹമെന്ന് പറയുമ്പോൾ പിണ്ഡീകരണ ഹേതു എന്നാണ്. കൊടുക്കുക എന്നുള്ളതാണ്. കാമം എന്ന് പറയുന്ന സമയത്ത് അത് ഇങ്ങോട്ട് എന്ത് കിട്ടുമെന്ന് നോക്കിയിട്ടാണ്. രണ്ടും ഭേദമുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ കാമത്തെയാണ് സ്നേഹമായി തെറ്റിദ്ധരിക്കാറ്. സ്നേഹത്തിന് വേണ്ടി കാമിക്കാം, കാമത്തിന് വേണ്ടി സ്നേഹിക്കരുത്. ഇപ്പൊ ലൗകികര് ബാഹ്യ വിഷയഭോഗങ്ങളിൽ ഏർപ്പെട്ട് സുഖത്തിന് വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ പുറമേയുള്ള വിഷയത്തിലല്ല സുഖമുള്ളതെന്നും തൻ്റെ സുഖം വിഷയങ്ങളിൽ തട്ടി പ്രതിഫലിച്ചു വരുമ്പോൾ ഉള്ള സുഖം അല്ല, അത് ശാശ്വതമല്ല, അത് ദുഃഖത്തോടു കൂടിയതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ, അങ്ങനെ അറിയുന്ന ആളാണ് വിവേകി. അയാൾ ബാഹ്യ വിഷയങ്ങളിൽ സുഖാന്വേഷണത്തെ ചെയ്യുന്നില്ല. അതുകൊണ്ട് സുഖസ്വരൂപമാണ് ആത്മാവ് എന്നതിനാൽ വിവേകി ബാഹ്യ വിഷയങ്ങളിലൂടെ ഒരപേക്ഷയും ഇല്ലാതെ എന്നും സുഖിയായി കഴിയുന്നു. ബാഹ്യ വിഷയങ്ങളിലുള്ള സുഖം ഇല്ലെന്നല്ല, ആ സുഖം ദുഃഖത്തോടു കൂടിയവയാണ്. സുഖമൊരു ദുഃഖം കൂടാതെ കണ്ടൊരുവനുമുണ്ടോ നാരായണ ജയ. അതുകൊണ്ട് എപ്പോഴാണോ ഒരാള് ബാഹ്യ വിഷയങ്ങളിൽ സുഖം തേടുന്നത്, അപ്പോൾ അയാൾ ആന്തരികമായ സുഖത്തെ അയാൾക്ക് അന്യമാണ്. ആന്തരികമായ സുഖം നേടുമ്പോൾ, താൻ സുഖത്തിൽ പൂർണ്ണനാണെന്ന് ബോധം വരുമ്പോൾ, പിന്നെ ആ തുച്ഛമായ സുഖത്തെ അയാൾ തേടുന്നില്ല. അതുവരെ അയാൾ ബാഹ്യമായതിൽ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. സുഖം ക്ഷോണീയനാഗമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു അതങ്ങെന്നു തിരഞ്ഞു തന്നെ നമ്മൾ ആയുസ് പോക്കും. അപ്പോൾ ലൗകികനെ പോലെ തൻ്റെ സുഖത്തിന് വേണ്ടി ബാഹ്യമായ ഒരു വസ്തുവിനെയും ഒരു പദാർത്ഥത്തെയും അയാൾ സ്വീകരിക്കുന്നില്ല. കേവലമായ ആത്മാനന്ദത്തിൽ വിലയീഭൂതനായി കഴിയുന്ന ആ വിജ്ഞാനി
അന്തരാരാമനാണ് എന്നാണ് പറയുന്നത്. അന്തരാരാമൻ, ആത്മാരാമൻ തന്നെയാണ് ഈ അന്തരാരാമൻ. അയാളെ പറയാണ്, അയാൾ അന്തർജ്യോതിയുമാണ്, സ്വയം പ്രകാശിതനാണ് അയാൾ. അയാളെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നിനു സാധ്യമല്ല. അയാളെ സംബന്ധിച്ച് ഇനി സന്ധ്യാനാമങ്ങളും സന്ധ്യാവന്ദനങ്ങളും നിലവിളക്കൊക്കെ കൊളുത്തി സാധനാനിഷ്ഠകളൊക്കെ ചെയ്ത് സാധിപ്പിക്കാനായിട്ടൊന്നുമില്ല. നമ്മൾ സന്ധ്യ എന്നൊക്കെ പറയുന്നത് തന്നെ സന്ധ്യത ഇതി സന്ധ്യ എന്ന അർത്ഥത്തിലാണ്. പകലും രാത്രിയും കൂടിച്ചേരുന്ന സന്ധ്യ, രാത്രിയും പകലും കൂടിച്ചേരുന്നത് സന്ധ്യ. ആ കൂടിച്ചേരുന്ന സമയത്ത് സായം സന്ധ്യയായാലും പ്രഭാത സന്ധ്യയായാലും, സായം സന്ധ്യ എന്ന് പറയുമ്പോൾ പകല്, ആ പകലിനെ രാത്രി വരുമ്പോൾ ആ രാത്രിയെ കൂടി പ്രകാശമാനമാക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി പ്രതീകാത്മകമായി നമ്മൾ ദീപം കൊളുത്തുന്നു. എൻ്റെ ജീവിതത്തിൽ ഈ വിവേകത്തിന് ഭംഗമുണ്ടാവരുതേ, അറിവിന് ഭംഗമുണ്ടാവരുതേ, അറിവാണ് ശരിയായ പ്രകാശം, അതിനു വേണ്ടിയാണ് ദീപം കൊളുത്തുന്നത്. പ്രഭാതസന്ധ്യ ആയാലും അങ്ങനെയാണ്. ആ അറിവിൻ്റെ പ്രതീകമായ പ്രകാശം സൂര്യൻ ഉദിക്കുമ്പോൾ അതിനെ വരവേൽക്കുന്നു. രാത്രി അജ്ഞാനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുതേ, എപ്പോഴും എൻ്റെ ഉള്ളിൽ ഈ വിവേകം ഉണ്ടാവണേ, വിവേകം ഒരിക്കലും നഷ്ടപ്പെടരുതേ, ഞാൻ വികാരത്തിന് അടിമപ്പെടരുതേ എന്നുള്ള ഭാഗമാണ് സാധകന്റെ ഭാവം തന്നെ അതാണ്. സാധന ചെയ്യുന്നത് തന്നെ അതിനാണ്, ധ്യാനം അനുഷ്ഠിക്കുന്നതിനാണ്, ധാരണ ചെയ്യുന്നതിനാണ്. എല്ലാ സാധനകളും രാത്രിയെ പകലാക്കാനാണ്. രാത്രി പകലായ പിന്നെ എന്തേ, പകലേ ഉള്ളൂ, രാത്രിയില്ല, അജ്ഞാനമില്ല, പ്രകാശം തന്നെയാണ്. ആ പ്രകാശം എവിടെയാണ്? ബാഹ്യാപേക്ഷയിലല്ല, വിഷയാപേക്ഷയിലല്ല, അത് തൻ്റെ അന്തരാത്മാവിലാണ്, ഹൃദയാകാശത്തിലാണ്. അപ്പോൾ ഹൃദയാകാശത്തിൽ തൻ്റെ ഉള്ളിൽ, ഹൃദയം എന്ന് പറഞ്ഞാൽ അന്ധക്കരണം, തൻ്റെ അന്ധക്കരണത്തിൽ ആ വിവേക സൂര്യൻ, ആ പരമാത്മാവ് അത് തന്നെ ആണ് പ്രകാശിക്കുന്നതെന്ന് അറിഞ്ഞാൽ പിന്നെ അയാളെ സംബന്ധിച്ച് ബാഹ്യമായ സാധനകളോ ബാഹ്യമായ എന്തിനേറെ സാധനയുടെ ഭാഗമായ ദീപം കൊളുത്തൽ പോലുമില്ല. സന്ധ്യയ്ക്ക് വിളക്കൊളുത്തണമൊന്നുമില്ല. സന്ധ്യ ഇല്ലെങ്കിൽ പിന്നെ എന്ത് വിളക്ക്? സന്ധ്യയുള്ളവർ വിളക്കൊളുത്തട്ടെ, നാമം ജപിക്കട്ടെ. അങ്ങനെ ഏത് സമയവും ഹൃദാകാശേ സ്ഥിതേ നിത്യം സദാ ഭാതി നിരന്തരം കഥം സന്ധ്യാമുപാസതേ. പിന്നെ ഏത് സന്ധ്യയ്ക്കാണ് ഞാൻ ഉപാസിക്കേണ്ടത്? അവിടെ ഉപാസനകളെല്ലാം പോയി. എപ്പോഴും ആ സർവേശ്വരൻ, ജഗദീശ്വരൻ, പരമേശ്വരൻ തൻ്റെ ഉള്ളിൽ എപ്പോഴും പ്രകാശിക്കുന്നുണ്ട്. അങ്ങനെ പ്രകാശിക്കുന്ന ഒരു വിജ്ഞാനിയെ സംബന്ധിച്ച്, ഈശ്വര സ്വരൂപിയായ അങ്ങനെയുള്ള വിജ്ഞാനികളെ സംബന്ധിച്ച് ഇനി എന്ത് സാധനയാണ് അവർക്ക് അനുഷ്ഠിക്കാനുള്ളത്? അതുകൊണ്ട് അവർ അന്തർജ്യോതി എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. സർവത്തിനെയും പ്രകാശിപ്പിക്കുന്ന ചൈതന്യ രൂപനാണ് താൻ എന്ന് സ്വയം അറിഞ്ഞവനാണ്. ഇങ്ങനെയെല്ലാമുള്ള ആ ബ്രഹ്മബോധനായ യോഗി ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു. മുണ്ടകോപനിഷത്ത് പറയും, സഹ യോ ഹ വൈ തത് പരമം ബ്രഹ്മ വേദ ബ്രഹ്മൈവ ഭവതി. ആ പരബ്രഹ്മത്തെ, ആ സദാ പ്രകാശിക്കുന്ന പരമാത്മ ചൈതന്യത്തെ തന്നിൽ താനായി ആരറിയുന്നുവോ നിശ്ചയമായും അയാൾ ബ്രഹ്മമായി ഭവിക്കും. ഇവിടെ ബ്രഹ്മമായി ഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബ്രഹ്മമല്ലാതിരുന്നു, ഇനി ആ ജീവൻ കുറെ അറിവ് നേടിയിട്ട് ബ്രഹ്മമായി ഭവിക്കുന്നു എന്നർത്ഥമെടുക്കരുത്. ഇതിലൊക്കെ വാക്കിൻ്റെ പരിമിതികളുണ്ട്. അനുഭവത്തെ ഒരിക്കലും പറയാൻ വയ്യ. പറയാൻ പറ്റാത്ത ബ്രഹ്മാനുഭവത്തെ വാക്കുകളായി പ്രതിഫലിപ്പിക്കുമ്പോൾ വരുന്ന ന്യൂനത ഈ എഴുത്തിലും പുസ്തകത്തിലും ഒക്കെ ഉണ്ടാവും. അത് അംഗീകരിച്ചുകൊണ്ട് പറയട്ടെ, ഇവിടെ സ്വരൂപം ആണത്, സ്വരൂപസ്ഥിതിയാണ്, ഇനി നേടേണ്ടതല്ല. എങ്ങനെ? കണ്ഠജാമീകര ന്യായം പോലെ, അഥവാ ദശമോഹം എന്ന ബോധം പോലെ. രണ്ട് ദൃഷ്ടാന്തങ്ങളെ കാണിക്കുക.
ഖണ്ഡസാമീകര ന്യായം എന്ന് പറഞ്ഞാൽ കഴുത്തിലണിഞ്ഞ ആഭരണം, നെക്ലേസ് എന്നൊക്കെ പറയുന്നത്. നെക്ലേസ് സ്ഥിരം നമ്മൾ അമ്മമാർ അണിയാറില്ല, വല്ല കല്യാണത്തിനോ വിശേഷ ദിവസങ്ങളിലേക്കോ ഒക്കെ പോകുമ്പോഴാണ് അണിയാറ്. അങ്ങനെ ഒരു പ്രാവശ്യം ഒരു അമ്മ കഴുത്തിൽ ഇത് അണിഞ്ഞ് പോയിട്ട് വന്ന് അത് അഴിച്ചു വയ്ക്കാൻ മറന്നുപോയി. പിന്നൊരു ദിവസം ഒരു വിശേഷ അവസരത്തിൽ പോവാൻ നോക്കുമ്പോൾ നെക്ലേസ് സാധാരണ വെക്കുന്ന സ്ഥലത്ത് കാണാനില്ല. ഭർത്താവിനെ ചീത്ത പറഞ്ഞു, മക്കളെ ചീത്ത പറഞ്ഞു, എവിടെ പോയി എന്നതിൻ്റെതായ ടെൻഷനും വേവലാതിയും പ്രശ്നങ്ങളുമായി ഒക്കെ പ്രശ്നമായി. അപ്പോഴാണ് തൻ്റെ വീട്ടിലെ പേരക്കുട്ടി, കൊച്ചുകുട്ടി, അതെ അത് അമ്മയുടെ കഴുത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പം കിട്ടിപ്പോയി. വാസ്തവത്തിൽ അത് കിട്ടിയതല്ല, ഉള്ളതിനെ തിരിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തൻ്റെ സ്വരൂപത്തെ താൻ ആത്മാവാണെന്ന് തിരിച്ചറിയാത്ത കാലത്തോളം നഷ്ടപ്പെട്ടതിന് തുല്യമായതുകൊണ്ട് അത് നേടുക എന്ന് പറയുകയാണ്. വാസ്തവത്തിൽ ഒന്നും നേടാനില്ല. താൻ ശരീരമായിരുന്നു എന്നുള്ള തെറ്റിദ്ധാരണയിലുണ്ടായ സർവ സുഖദുഃഖ സമ്മിശ്രമായ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും താൻ ആത്മാവാണെന്ന് തിരിച്ചറിയുന്നതോടുകൂടി അതിന് പറയുന്ന പേരാണ് മുക്തി. അതിന് പറയുന്ന പേരാണ് ബ്രഹ്മനിർവാണം, മോക്ഷം. അപ്പം മോക്ഷം കിട്ടേണ്ടതല്ല. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. കിട്ടിയതാണെങ്കിൽ പോവുകയും ചെയ്യും. നേടിയതെല്ലാം നഷ്ടപ്പെടും. നഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടിയതുമാവില്ല. ഇനി ഈ ദൃഷ്ടാന്തം കൊണ്ട് മനസ്സിലാവാത്തവർക്ക് മറ്റൊരു ദൃഷ്ടാന്തം പറയുകയാണ്. ദശമോഹം. ഒരു ഗുരുവും ശിഷ്യനും 10 പേര് ഒരു വഴിക്ക് പോവുകയാണ്. ഒരു പുഴ കടക്കാനുണ്ട്. പുഴ കടന്നു കയറിയപ്പോൾ 10 പേരിൽ 9 ആളെ കാണാനുള്ളൂ. അയ്യോ, ഒരാൾ എവിടെ പോയി? പുഴയിൽ മുങ്ങിപ്പോയോ? ഇനി വീട്ടിൽ പോയാൽ എന്ത് പറയും? ആകെ വിഷമായി. ഓരോരുത്തരും മാറി മാറി എണ്ണി നോക്കി. എങ്ങനെ എണ്ണിയാലും 9 ഉള്ളൂ, 10 ഇല്ല. 10 പേരാണ് പോകുന്നത്. എത്ര വേവലാതി ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളൊരു യാത്ര പോകുമ്പോൾ നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും പ്രയാസമുണ്ടെന്ന്. അപ്പോഴാണ് മറ്റൊരാൾ അവിടെ വരുന്നത്. അയാൾ ചോദിച്ചു, എന്തിനാ മക്കളെ നിങ്ങൾ വിഷമിക്കുന്നത്? ഞങ്ങൾ വീട്ടിൽ നിന്ന് 10 പേരാണ് പോകുന്നത്, ഇപ്പോൾ ഒരാളെ കാണാനില്ല. അയാൾക്ക് സംഗതി പിടികിട്ടി. അയാൾ പറഞ്ഞു, നിങ്ങളൊന്ന് എണ്ണു. ഓരോരുത്തർ എണ്ണുമ്പോൾ 9 ഉള്ളൂ. പലരും എണ്ണി നോക്കി, 9 ഉള്ളൂ. അവസാനം അയാൾ പറഞ്ഞു, നിങ്ങൾ എണ്ണുന്നവനെ എണ്ണുന്നില്ല. ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ ഓരോരുത്തരെയും മാറ്റി നിർത്തി എണ്ണി കാണിച്ചു കൊടുത്തു. അപ്പൊ 10ാമനെ കിട്ടി. എന്തായിരിക്കും ആ സന്തോഷം? നഷ്ടപ്പെട്ടു എന്ന് കരുതിയത് നേടുമ്പോൾ ഉണ്ടാവുന്ന ആഹ്ലാദം എന്തായിരിക്കും? ഇതുപോലെ തന്നിൽ താനായി ഇരിക്കുന്ന ആത്മചൈതന്യത്തെ അറിഞ്ഞാൽ പിന്നെ തുച്ഛമായ ബാഹ്യമായ വിഷയ സുഖങ്ങളെ ഒന്നും അയാൾ അന്വേഷിക്കുന്നില്ല. എല്ലാ സുഖങ്ങളും തുച്ഛമാണെന്നും അത് ദുഃഖത്തോട് കൂടിയവയാണെന്നും അറിയുന്നു. അതുകൊണ്ട് തന്നിൽ തന്നെ തന്നാൽ അറിയുന്ന ആ പരമമായ ആത്മജ്ഞാന നിഷ്ഠയിൽ, ആത്മജ്ഞാന സ്ഥിതിയിൽ അയാൾ വിരാജിക്കുന്നു. അങ്ങനെ അന്തസുഖനും അന്തരാരാമനും അന്തർജ്യോതിയുമായ ആൾ ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു. ബ്രഹ്മനിർവാണം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് മോക്ഷം. അല്ലാതെ മോക്ഷം വേറെ എവിടെയും പോയി നേടേണ്ടതല്ല. അത് തിരിച്ചറിവാണ്. അത് ബുദ്ധിതലത്തിലുള്ള അറിവുമല്ല, പുസ്തകത്തിൽ നിന്ന് ശാസ്ത്രം കിട്ടുന്ന അറിവുമല്ല. അതിൻ്റെ ആ സുദൃഢമായ താൻ അത് തന്നെയാണ്
എന്നുള്ള ആ ദൃഢനിശ്ചയത്തിൽ അവിടെയാണ് അതിനെന്ത് വേണം? അതിന് സാമാന്യ ലോകങ്ങളിൽ, അതായത് ഈ തലത്തിലെത്താത്ത ആളുകൾ സാധനാനിഷ്ഠ കൊണ്ട് അതുവരെ ഓരോന്നും പരീക്ഷണാർത്ഥം ഏത് വിഷയങ്ങളിലേക്ക് പോകുമ്പോഴും ആ പരീക്ഷകളെ അതിജീവിച്ച് പരീക്ഷ്യ ലോകാൻ കർമ്മജിതാൻ നിർവേദമായാത് നാസ്തി അകൃതകൃതേന, ഓരോ വിഷയങ്ങളെയും പരീക്ഷണാർത്ഥം സ്വീകരിച്ചിട്ട്, ഭോഗാർത്ഥമല്ല, ഓരോന്നിനെയും പറ്റി പഠിച്ചിട്ട് പരീക്ഷിച്ചറിഞ്ഞിട്ട് അതിൽ നിമഗ്നനായിട്ടല്ല, അതിൻ്റെ വരും വരായികളെ, അതിൻ്റെ യഥാതഥമായ ഭാവത്തെ വിചാരം ചെയ്തുകൊണ്ട് അങ്ങനെ പരീക്ഷിച്ചിട്ട് നിർവേദമായ, നിർവേദം എന്ന് പറഞ്ഞാൽ വൈരാഗ്യം എന്നർത്ഥം. വൈരാഗ്യം വെറുപ്പല്ല, അതിനുപരി എത്തിയിട്ട് നാസ്തി അകൃതകൃതേന, കൃതകൃത്യത, സംതൃപ്തി, ആനന്ദം ഇതിൽ നിന്നൊന്നുമല്ല ലഭിക്കുന്നു എന്നുള്ള തിരിച്ചറിയോടുകൂടി ആരോ തന്നിലേക്ക് തിരിയുന്നു, അങ്ങനെ തൻ്റെ ആത്മാനന്ദത്തെ അനുഭവിക്കുന്നു. അത് തന്നെയാണ് ബ്രഹ്മനിർവാണം, മോക്ഷം. അത് ഇവിടെ തന്നെയാണ്, അവിടെയല്ല. മോക്ഷം അവിടെ അപ്പോ അങ്ങനെയല്ല, ഇവിടെ ഇപ്പോ ഇങ്ങനെയാണ്. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് മോക്ഷം, മരിച്ചിട്ടല്ല. പൂർണ്ണതയാണ് അത്. ഈ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ പലതും തേടുന്നത്. എല്ലാവരും പൂർണ്ണതയ്ക്ക് വേണ്ടി അന്വേഷിക്കുന്നത്. ഒരാൾ മദ്യശാലയിൽ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സുഖത്തിനായിക്കൊണ്ടാണ്. സുഖത്തിൽ താൻ പൂർണ്ണനല്ല എന്ന ചിന്തയാണ്. ഒരാൾ വിവാഹം കഴിക്കുന്നത് എന്തിനാണ്? പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ്. അതോടുകൂടി തനിക്ക് സുഖമാവും വിചാരിക്കുകയാണ്. എന്തിനും അന്വേഷിക്കുന്നത് പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ താൻ പൂർണ്ണനാണെന്ന് തിരിച്ചറിയുന്നത് വരെ ഈ അന്വേഷണമുള്ളൂ. പൂർണ്ണോഹം, അഹം പൂർണ്ണനാണ്, ഞാൻ സുഖത്തിൽ പൂർണ്ണനാണ്. ഏത്? ആത്മജ്ഞാനി. അപ്പോൾ ആത്മജ്ഞാനത്തിൽ പൂർണ്ണത നേടുന്നവൻ മറ്റൊന്നും തുച്ഛമായ ഒന്നിനെയും നേടുന്നില്ല എന്നുള്ള പരമാർത്ഥത്തിൽ സ്വയം വിലയീഭൂതനാകുന്നു എന്നാണ് ഈ ശ്ലോകം ഉപദേശിക്കുന്നത്.